പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിലെ റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ കേന്ദ്ര ഗവൺമെൻറ്റിലെ ED ജീവനക്കാരെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ മറ്റ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ ആക്രമിച്ചു ഇന്നലെ. ആ അക്രമം മുഴുവൻ നമ്മൾ കണ്ടു. കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായ ED ജീവനക്കാർ 5 പേരും അവരുടെ കൂടെ അവർക്ക് പ്രൊട്ടക്ഷനായിട്ട് CISFൻ്റെ 4 വനിതകളും 4 അവരുടെ ഓഫീസർമാരും പുരുഷന്മാരും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്തുണ്ടായിരുന്നു. തിരുവനന്തപുരം പാളയം ലോക്കൽ കമ്മിറ്റി ഓഫീസിൻ്റെ അവിടുന്ന് 300 മീറ്റർ അകലെ മാത്രമേ ഉള്ളൂ പ്രതിപക്ഷ നേതാവ് താമസിക്കുന്ന വീടിന്. വാടക വീടാണ് അത്. പാരീസ് റോഡെന്ന് പറഞ്ഞ റിസർവ് ബാങ്കിൻ്റെ പുറകിലാണ് ആ വീട്. അവിടെ ഇന്നലെ രാവിലെ 5 മണിക്ക് ED ജീവനക്കാരെത്തി. അവർ 5 മണിക്ക് റെയ്ഡ് തുടങ്ങി. ആ സമയം പ്രതിപക്ഷ നേതാവ് ഉറക്കത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഒക്കെ ഉറക്കത്തിലായിരുന്നു. അവരെ വിളിച്ചുണർത്തി അവിടെ ED ജീവനക്കാരെ തങ്ങളെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്ത് ഞങ്ങൾ റെയ്ഡ് നടത്തുകയാണ് എന്ന് പറഞ്ഞു. അവർ റെയ്ഡ് തുടങ്ങിയപ്പോൾ മുതൽ പ്രതിപക്ഷ നേതാവിൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ വെളിയിൽ CPMൻ്റെ സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും അണികളുമൊക്കെ അവിടെ ഓടിയെത്തി. അവരെ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചില്ല. ഈ റെയ്ഡ് നേരത്തെ സംസ്ഥാന പോലീസിനെയോ ആഭ്യന്തര വകുപ്പിനെയോ DGPയോ മുഖ്യമന്ത്രിയോ അറിയിക്കാതെ തുടങ്ങിയ റെയ്ഡാണ്. അറിയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇന്ത്യ മുഴുവൻ ജൂറിസ്ഡിക്ഷനുള്ള അധികാരമുള്ള ഒരു ഏജൻസിയാണ് EDയും NIയും ഒക്കെ. അവർക്ക് സംസ്ഥാനത്തെ ഭരണകർത്താക്കളെ വിവരം അറിയിക്കാതെ വന്ന് റെയ്ഡ് ചെയ്യാം. പക്ഷേ റെയ്ഡ് ചെയ്യുന്ന വിവരം അറിഞ്ഞാൽ അതേത് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണോ, ഏത് അസിസ്റ്റന്റ് കമ്മീഷണറുടെ കീഴിലാണോ, ഏത് SPയുടെ കീഴിൽ അല്ലെങ്കിൽ കമ്മീഷണർ കീഴിലാണോ അവരവിടെ ഓടിയെത്തണം. കാരണം പ്രശ്നം ഉണ്ടാവും. 10 വർഷം കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ വീട്ടിലാണ് ഈ റെയ്ഡ് നടക്കുന്നത്. സ്വാഭാവികമായിട്ട് അണികൾ ഓടിയെത്തും, പ്രശ്നം ഉണ്ടാകും. അത് മുൻകൂർ പോലീസിനെ അറിയിച്ചില്ല എന്ന് പറയുന്ന വാദഗതിക്ക് പ്രസക്തിയില്ല. ഒരു പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ അവിടുത്തെ SHO എന്ത് സംഭവം ഉണ്ടായാലും അയാൾ അറിയണം. ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒഴിയാനൊക്കില്ല. അത് ഓരോ ജൂറിസ്ഡിക്ഷൻ ഓരോരുത്തർക്ക് ഓരോ പോലീസ് സ്റ്റേഷൻ അതിർത്തി കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഈച്ച അനങ്ങിയാൽ ആ ഏമാൻ അറിയണമെന്നാണ്. അല്ലാതെ അതിന് ആ സംഭവത്തിൽ നിന്ന് അവിടെ ഞാൻ ഇല്ലായിരുന്നു ഓടി വിളിക്കുക. അയാൾ ഡ്യൂട്ടിയിലുണ്ടോ എവിടെയായിരുന്നാലും പ്രാമുഖ്യം കൊടുക്കേണ്ടത് അങ്ങനെയുള്ള സംഭവത്തിനാണ്. അവിടുത്തെ SHOയെ ഇടതുപക്ഷ ഗവൺമെൻറ് പോലീസ് ഓഫീസർമാരുടെ സംഘടനയുടെ പ്രസിഡൻ്റായിരുന്നു. പുതിയ ഗവൺമെൻറ് വന്ന ശേഷം ആഭ്യന്തര വകുപ്പ് 15 വർഷം സംഘടനയായിട്ട് നടന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഒരു പണിയും ചെയ്യാതെ ഇരുന്ന അദ്ദേഹത്തിനെ മ്യൂസിയം SHO ആയിട്ട് പോസ്റ്റ് ചെയ്തു ആഭ്യന്തര വകുപ്പ് മന്ത്രി. അപ്പോഴേ ഞാൻ വിചാരിച്ചു പണി പാളുമല്ലോ എന്ന്. കാരണം അവിടെ ചാർജ് എടുക്കാതിരിക്കാൻ ഒരു ഗവൺമെൻറ് ഉത്തരവാണ്. സർക്കിൾ ഇൻസ്പെക്ടറാണ്, ഇപ്പോൾ സീനിയർ ആയിട്ടുണ്ടാവും. ആ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിട്ടും അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ SHO സർക്കിൾ ഇൻസ്പെക്ടറായിട്ടും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും ഗവർണർ ഉൾപ്പെടെ മുഖ്യമന്ത്രിയും താമസിക്കുന്ന സ്ഥലമാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിൽ. അതുകൂടാതെ സംസ്ഥാനത്തെ IAS IPS ഓഫീസർമാർ മുഴുവൻ ഈ മ്യൂസിയം പോലീസിൻ്റെ അധികാര അതിർത്തിയിലാണ് താമസിക്കുന്നത്. വളരെയധികം VIPകളും പണക്കാരും താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ നിരന്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യും. ലോ ആൻഡ് ഓർഡർ പ്രശ്നം വളരെ കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കണം. എപ്പോഴാണോ ഓരോ മുഖ്യമന്ത്രിയുടെ എല്ലാ മന്ത്രിമാരെ പടിക്കലേക്ക് ഒരു ജാഥ വരുന്നത് നമ്മളറിയില്ല. ക്ലിഫ് ഹൗസിൻ്റെ അങ്ങോട്ട്, അതുപോലെ അജന്തായാലും ഗവർണറുടെ വസതിയുടെ അവിടെയൊക്കെ എപ്പോഴും പ്രക്ഷുബ്ധമാണ് സ്ഥലം. രാത്രിയും പകലും ഉറങ്ങാനൊന്നും പറ്റില്ല. അതാണ് അവിടുത്തെ സ്ഥിതിവിശേഷം. ഏത് സമയം അലർട്ടായിരിക്കണം. 24 മണിക്കും വയർലെസ്സിൻ്റെ ചോട്ടിയിരിക്കണം.
ഇവിടെ മുൻ മുഖ്യമന്ത്രി 10 വർഷം കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ഇപ്പം പ്രതിപക്ഷ നേതാവായി. അദ്ദേഹം പോലീസ് സ്റ്റേഷൻ അവിടുന്ന് 300 യാർഡ്സ് അല്ലെങ്കിൽ 300 മീറ്റർ 400 മീറ്റർ അകലെ താമസിക്കുന്നു. പാളയം ഏരിയ സെക്രട്ടറിയും മ്യൂസിയം പോലീസ് സ്റ്റേഷൻ അവിടുന്ന് ഒരു 200 മീറ്റർ അകലെ ആണ് അവരുടെ ഓഫീസ്. അവിടെ റെയ്ഡിന് ED വന്നെന്നറിഞ്ഞാൽ SHOയും അഡീഷണൽ കമ്മീഷണറും കൻ്റോൺമെൻറ്റ് അഡീഷണൽ കമ്മീഷണറും സ്റ്റേഷൻ ഹൗസ് ഓഫീസറും കമ്മീഷണറും ഉൾപ്പെടെയുള്ളവർ അവിടെ ചെന്നിരിക്കണം. കാരണം താമസിക്കുന്ന സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവാണ്, 10 വർഷം ഇവിടുത്തെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ്. തീർച്ചയായിട്ടും അവരവിടെ ഉണ്ടാവണം. അവിടെ നിയമപരമായ ഒരു റെയ്ഡ് നടക്കുന്നതിന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണം. റെയ്ഡ് നടക്കട്ടെ. അവിടെയുള്ള ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കണം. മുൻ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ സംസ്ഥാന CPM സെക്രട്ടറി ME ഗോവിന്ദൻ, അതുപോലെ ജില്ലാ സെക്രട്ടറി AA റഹീം, MP ആയ ജോൺ ബ്രിട്ടാസ്, കടകംപള്ളി മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, MLA ജോയി, സംസ്ഥാന സെക്രട്ടറി CPM സംസ്ഥാന സെക്രട്ടറി, അതുപോലെയുള്ള ഭാരവാഹികൾ എല്ലാവരും ആ റെയ്ഡ് നടക്കുന്ന വീടിൻ്റെ മുമ്പിൽ ഗേറ്റിൻ്റെ അവിടെയുണ്ട്. അത്യാവശ്യം ചില പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ നിൽപ്പുണ്ട്. അവരറിഞ്ഞു കിട്ടി SHO വന്നതായിരിക്കാം. ഈ ക്രൗഡിനെ കൺട്രോൾ ചെയ്യേണ്ട ബാധ്യത സംസ്ഥാനത്തെ DGPക്കും അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ ADGPക്കും കമ്മീഷണർക്കും അഡീഷണൽ കമ്മീഷണർ കൻ്റോൺമെൻറ്റും SHOയ്ക്കുമുണ്ട്. പക്ഷേ റെയ്ഡ് കഴിഞ്ഞു. രാവിലെ 5 മണിക്ക് തുടങ്ങിയ റെയ്ഡ് 2:45 അടുപ്പിച്ച് കഴിഞ്ഞു. അവരെ റെയ്ഡ് ചെയ്ത് കിട്ടിയ റെക്കോർഡ്സുകൾ, അവരുടെ ഫയലുകൾ അതെല്ലാമായി ബാഗിലാക്കി അവർ ഇറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാം. പിണറായി വിജയൻ്റെ മകളുടെ സ്റ്റേറ്റ്മെൻറ്റ് അവർ രേഖപ്പെടുത്തി. അവരുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. അതിനുശേഷം അവർ ദീർഘമായ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്, മുൻ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ED ഉദ്യോഗസ്ഥർ അവർ കൈവരിച്ച ആ ഡോക്യുമെൻറ്റുകളും സാധനങ്ങളുമൊക്കെ ആയി ബാഗിലാക്കി അവിടുന്ന് ഇറങ്ങിയപ്പോൾ അവരെ ആക്രമിക്കുകയുണ്ടായി. അവരവരെ കാറിൽ കയറി കഴിഞ്ഞപ്പം 3 കാറും കൂടിയ ക്രൗഡ് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന CPM സെക്രട്ടറി, അങ്ങനെയുള്ള പ്രമുഖരായ നേതാക്കന്മാർ 10 വർഷം ഇവിടെ ഭരിച്ചവരുടെ ആൾക്കാരാണ്. അവരുടെ കൂടെ നിന്ന ആൾക്കാർ കാറ് തല്ലിപ്പൊളിച്ചു. കാറിലുണ്ടായിരുന്ന 4 പേർക്ക് പരിക്കേറ്റു. അതിൽ 3 വനിതാ ഉദ്യോഗസ്ഥരാണ്. 3 ആൾക്കാർ, ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്കും പരിക്കേറ്റു. അവർ ജീവരക്ഷാർത്ഥം അവിടുന്ന് ഓടി തമ്പാനൂർ പോലീസ് സ്റ്റേഷന് അഭയം പ്രാപിച്ചു. ഇവരെ അതിനുശേഷം ഹോസ്പിറ്റലിൽ അയച്ചു. കാറിൻ്റെ ഡ്രൈവറുടെ കണ്ണിന് പരിക്കേറ്റു. ചില്ല് തെറിച്ചതാണ്. ഇഷ്ടിക കൊണ്ടും അതുപോലെ തന്നെ വടി കൊണ്ടും കല്ലുകൊണ്ടും ചെരുപ്പ് കൊണ്ടൊക്കെ കാർ അടിച്ച് തറക്കുന്ന ദൃശ്യം നമുക്ക് കാണാം. അതിൻ്റെ തൊട്ടടുത്ത് CPMൻ്റെ സംസ്ഥാന നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. തീർച്ചയായിട്ടും ഈ കൃത്യത്തിന് അവർ ഉത്തരവാദികൾ തന്നെ. അവർ കല്ലെടുത്ത് എറിയുകയോ അല്ലെങ്കിൽ കല്ലുകൊണ്ട് ഇടിക്കുകയോ ഇഷ്ടിക കൊണ്ട് എറിയുകയോ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ ED ഉദ്യോഗസ്ഥരെ ഉപദ്രവിക്കുന്ന സമയത്ത് തടസ്സം ചെയ്യുകയോ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളും ഇവർ ചെയ്തില്ല. അണികളെ അടക്കി നിർത്തേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവം കാണുന്നില്ല. ആകെ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്, അത് തടയാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ചെയ്യരുത് എന്ന് പറഞ്ഞ്, കാറെ അടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ അത് തടയാൻ ശ്രമിക്കുന്ന കാണാം. വേറെ ആരും ഒരു സംസ്ഥാന നേതാക്കന്മാരോ പാർട്ടി നേതാക്കന്മാരോ തടഞ്ഞില്ല. അവർക്ക് പരിക്ക് പറ്റി. അവർക്ക് ഇതേപോലെ ഒരു സംഭവം 2024 ജനുവരി 5-ാം തീയതി ബംഗാളിലുണ്ടായി. മമതാ ബാനർജി അവിടെ EDക്കാരെ ആക്രമിച്ചു. അവരുടെ കയ്യിലിരുന്ന റെക്കോർഡുകൾ മുഴുവൻ പിടിച്ചു പറിച്ചു. അവരുടെ ലാപ്ടോപ്പ് അവർ പിടിച്ചു പറിച്ചുകൊണ്ട് പോയി. അവരെ ഉപദ്രവിച്ചു. മാരകമായി പരിക്കേറ്റു. അതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് അവിടെ പല കേസുകളും രജിസ്റ്റർ ചെയ്തു. ആ കേസ് CBI ടേക്ക് ഓവർ ചെയ്തു. സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. അവരവരുടെ ജോലി ചെയ്യാൻ വന്നതാണ്. അതിനകത്ത് രാഷ്ട്രീയപരമായ എതിർപ്പ് എല്ലാവർക്കും ഉണ്ടാകാം. പാർട്ടികൾക്കും
വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ടാവാം. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരാണ് അവിടെ വരുന്നത്. അവർ അവരുടെ ജോലി ചെയ്തിട്ട് പോട്ടെ. അതിന് നിയമപരമായ തടയിടാനും അല്ലെങ്കിൽ നിയമപരമായത് പ്രതിരോധിക്കാനും പൗരന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും അവകാശമുണ്ട്, അധികാരമുണ്ട്. അത് അവർക്ക് ചെയ്യാം. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ അവരെ തല്ലുകയും അടിക്കുകയും അവർ റെക്കോർഡ് പിടിച്ചു പറിക്കുകയും അവരുടെ വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്യുന്നത് കുറ്റകരമാണ്. അത് അണികൾ ചെയ്താലും ശരി, ആ നേതാക്കന്മാർ സമാധാനം പറയേണ്ടി വരും. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടായി. സംസ്ഥാനത്തെ LDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട LDF പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് അവിടുത്തെ SHO. കൻ്റോൺമെൻറ് അഡീഷണൽ കമ്മീഷണറും SHOയും ആ സമയത്ത് അവിടെ ഉണ്ടാകണമായിരുന്നു. അവർ സംഭവം പരിക്കേറ്റ് ബഹളമായി കഴിഞ്ഞപ്പോഴാണ് വന്നതെന്നാണ് മനസ്സിലാകുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് വൻ വീഴ്ചയാണ് ഉണ്ടായത്. സംസ്ഥാനത്തെ പുതിയ ഗവൺമെൻറ്റിന് ഉത്തരം പറയേണ്ട ഒരു ആവശ്യം ഇപ്പം വന്നിരിക്കുന്നു. അവർ പോലീസിനെ അറിയിച്ചില്ല, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചില്ല ഈ റെയ്ഡ്, രഹസ്യമായിട്ട് വന്ന് റെയ്ഡ് ചെയ്യുന്നതിന് അവർക്ക് അവകാശമുണ്ട്, അവർ ചെയ്യും. പക്ഷേ അറിഞ്ഞാൽ ഉടനെ അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ബാധ്യത SHOയ്ക്കും അഡീഷണൽ കമ്മീഷണർക്കും ഉണ്ട്. അത് ചെയ്തില്ല. വീഴ്ചയാണ്, വൻ വീഴ്ചയാണ്. അതുകൊണ്ട് ഈ മഹാമാരിയെല്ലാം സസ്പെൻഷൻ ഉടനെ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അതിനുശേഷം FIR രാത്രി 10:30 മണിക്ക് എടുത്തു. പരിക്കേറ്റവരെല്ലാം ചികിത്സയാണ് ED ഉദ്യോഗസ്ഥന്മാർ. പ്രതികളെ അടിച്ചു തകർക്കുന്ന ദൃശ്യങ്ങളെല്ലാം കേരളം മുഴുവൻ കണ്ടു. ഗുണ്ടായുസം കാണിക്കുന്നതെല്ലാവരും കണ്ടു. അവരെല്ലാം പോലീസ് നടപടിയിലേക്ക് വരും. അഡീഷണൽ DGP വെങ്കടേഷ്, ലോ ആൻഡ് ഓർഡറിൻ്റെ ചാർജ്, അദ്ദേഹം സ്പോട്ടിൽ വന്നു. 2 ഡെപ്യൂട്ടി കമ്മീഷണർമാർ, അവർ ചെറുപ്പക്കാരാണ്, IPS കിട്ടി വന്നവരേ ഉള്ളൂ. അവർ ആ സ്പോട്ടിൽ നിന്നു. ഓടി ഒളിച്ച ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ഓടി ഒളിച്ച ആ ഗുണ്ടകളെ പിടിക്കാൻ അവർ ശ്രമിച്ചു. അതിന് തടസ്സം നിന്നു CPM നേതാക്കന്മാർ. അത് ചർച്ചയായി. എങ്ങനെ വന്നാലും ശരി പിടിച്ചേ പോകുകയുള്ളൂ എന്ന് DGP ഉത്തരവിട്ടു. അതുകൊണ്ട് സ്പോട്ടിൽ അഡീഷണൽ DGP വെങ്കടേഷ് എത്തി. അവിടെ വെടിവെപ്പ് വരെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടായിരുന്നു അത് കണ്ട എനിക്ക് തോന്നിയത്. കാരണം അതിനകത്ത് പാർട്ടി ഓഫീസിൽ കയറും, അറസ്റ്റ് ചെയ്യും. എന്തായാലും ചില നീക്കുപോക്കുകളൊക്കെ നടത്തി 4 പേരെ അവർ ഓടിച്ചെന്ന് പോലീസ് വാഹനത്തിൽ കയറുകയായിരുന്നു. ഒരാളൂടെ കയറി 5 പേരെ. ഇന്ന് വെളുപ്പിനെ അതിലുൾപ്പെട്ട 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മൊത്തം 9 പേരെ അറസ്റ്റ് ചെയ്തിട്ടാണ് മനസ്സിലാകുന്നത്. അതിനകത്ത് ഒരാളെ കോട്ടയത്ത് വെച്ചാണ് പിടിച്ചത്. ഇവിടുന്ന് ആ ഗുണ്ട ഓടി കോട്ടയത്ത് പോയി ഒരു ലോഡ്ജിൽ പോയി മുറിയെടുത്തിരുന്നു. അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കേസിൻ്റെ രജിസ്ട്രേഷൻ രാത്രി 10:30 മണിക്ക് മ്യൂസിയം നടത്തിക്കും വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകൾ എടുത്തിട്ടുണ്ട്. ജാമ്യം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ കേസ് ഉടൻ CBI എടുത്തേക്കുമെന്ന് കരുതുന്നു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വീണ വിജയൻ്റെ മൊബൈൽ ഫോൺ അവർ കൊണ്ടുപോയിട്ടുണ്ട്. 12 സ്ഥലത്താണ് റെയ്ഡ് നടത്തിയത്. അത് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ വസതിയിൽ, ഇപ്പോഴത്തെ വസതിയിൽ, അദ്ദേഹത്തിൻ്റെ പാണ്ഡ്യാല, ധർമ്മടത്തുള്ള പാണ്ഡ്യാല മുക്കിലെ അദ്ദേഹത്തിൻ്റെ വീട്, അവിടെ നിന്നൊന്നും ലഭിച്ചില്ല. മുൻ മുഖ്യമന്ത്രിയുടെ 2 വീടുകൾ റെയ്ഡ് ചെയ്തു. മുഹമ്മദ് റിയാസിൻ്റെ കോഴിക്കോട് കോട്ടൂരിലുള്ള വീടും വസതിയും റെയ്ഡ് ചെയ്തു. അത് അവിടുന്ന് എന്ത് ലഭിച്ചു നമുക്കറിയില്ല. എങ്കിലും അത് 3ാമത്തെ സ്ഥലമാണ്. പിന്നീട് കോട്ടയത്തുള്ള EMRL അവരുടെ 3 ജീവനക്കാരുടെ വീടുകൾ കോട്ടയത്തുണ്ട്, അവിടെ റെയ്ഡ് ചെയ്തു. ആലുവ മാർക്കറ്റിലുള്ള CMRLൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്തു. ശശിധരൻ കർത്തായുടെ വീട് അത് ആലുവ തോട്ടക്കാടാണ്, ശ്രീവത്സം റെയ്ഡ് ചെയ്തു. ശശിധരൻ കർത്തായുടെ മകൾ ഷിബി ശശിധരൻ്റെ കളമശ്ശേരിയിലെ ഹിദായത്ത് നഗറിലെ അനിൽ നിവാസിൽ റെയ്ഡ് ചെയ്തു. അതുപോലെ തന്നെ നിപുണ ഓഫീസുണ്ട് അദ്ദേഹത്തിൻ്റെ, അത് റെയ്ഡ് ചെയ്തു. തിരുവനന്തപുരത്തുള്ള ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് നിപുണ എന്ന CMRLൻ്റെ ഒരു സ്ഥാപനം തിരുവനന്തപുരത്തുണ്ട്, അവിടെ റെയ്ഡ് നടത്തി. അങ്ങനെ സൗത്ത് കളമശ്ശേരിയിലെ ഒരു നിപുണ ഓഫീസുണ്ട്, അവിടെ റെയ്ഡ് ചെയ്തു. 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്തു.
റെയ്ഡിൽ 242 ബാങ്ക് അക്കൗണ്ടുകൾ ED കണ്ടെത്തി. അതിൻ്റെ ട്രാൻസാക്ഷനിൽ പലതിലും കൂടി 18,36,00,000 രൂപ ഉണ്ടായിരുന്നത് മരവിപ്പിച്ചു. 1,50,000 രൂപ വീണ വിജയൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്നു, അതും മരവിപ്പിച്ചു. ഇനി EDയുടെ അടുത്ത നീക്കം ആണ് നമ്മൾ അറിയേണ്ടത്. അതെന്തായാലും ബംഗാളിലെ 2024 നടന്നത് പർഗാന ജില്ലയിലെ റെയ്ഡിനിടയിൽ നടന്ന സംഭവങ്ങൾ വളരെയധികം പേർക്ക് പരിക്കേറ്റും അവരുടെ കൈവശം ഉണ്ടായിരുന്ന റെക്കോർഡുകളെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് പോയതിനാൽ CBI അന്വേഷണം ഏറ്റെടുത്തു. ഇതിനകത്തും അന്വേഷണം CBI ഏറ്റെടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്.